സോ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കാലങ്ങൾക്ക് ശേഷം പിന്നെയും വന്നിരിക്കുകയാണ് ഒരു പുതിയ ഗെയിമായിട്ട്. ഇതിൻ്റെ പേര് മാട്രിക്സ് ഫയർ എന്നാണ്. ആൻഡ് ഈ ഗെയിം സിമിലർ ടു വെലോറൻ്റ് ആണ്, എന്നാൽ വെലോറൻ്റ് അല്ല. കാരണം അതേപോലത്തെ ക്യാരക്ടർ സ്കിൽസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഗെയിം പ്ലേ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100 സബ്സ്ക്രൈബർ, 100 സബ്സ്ക്രൈബർ ആകുമ്പോഴാണ് ഒരു 6 പേരും കൂടിയും സബ്സ്ക്രൈബ് ചെയ്താൽ 100 പേരാണ്. എന്നുവെച്ച് കൃത്യം 6 പേരല്ല, ബാക്കിയുള്ളവർക്കും കാണുന്നവർക്കെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഇതൊരു 5v5 ഗെയിമാണ്. ഇത് കൈൻഡ് ഓഫ് വെലോറൻ്റ് പോലെയാണ്. എന്നാൽ വെലോറൻ്റ് അത്ര ലെവലെത്തിയിട്ടില്ല. വെലോറൻ്റ് പോലത്തെ ഒരു ഗെയിം കളിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് കളിക്കാം, നല്ലതാണ്. നിങ്ങളുടെ ഡിവൈസിനനുസരിച്ചിരിക്കും ഇതിലെ ഗെയിം പ്ലേ. നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന ഫോണിലാണെങ്കിൽ ഇത് ഫുള്ള് ലാഗാണ്. ഇപ്പോഴത്തെ വേറെ ഫോണിലേക്ക് മാറി, അപ്പോൾ ലാഗില്ല. എൻ്റെ കളിച്ചവരൊന്നും ഒന്നും പറയരുത്. ഗെയിം മാച്ച് ഫൗണ്ട് ആയിട്ടുണ്ട്. കയറാം. ഓക്കെ, വെലോറൻ്റിൽ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ കോമ്പറ്റീറ്റീവ് മാത്രമാണ്. ഇതിൽ ഡെത്ത് മാച്ച്, കോമ്പറ്റീറ്റീവ്, പിന്നെ വേറെ ഏതോ മോഡ് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതിലും അറ്റാക്കേഴ്സ് യൂസേഴ്സ് ഡിഫൻഡേഴ്സ് തന്നെയാണ്. സ്റ്റോപ്പ് ഉണ്ടോ? എന്താണ് ഞാൻ പറഞ്ഞത്? ക്ലോസ് സിമിലർ ടു വെലോറൻ്റ് പോലെ നമുക്ക് ഈ സൈഡിലൊക്കെ ഈ താഴെ തന്നെയാണ് കണ്ടോ. 5v5 പഠിക്കണം. ആ താഴത്തെ സാധനം വരെ കറക്റ്റ് ആക്യുറേറ്റ് പോലെ തന്നെയാണ്. ഹെഡ്ഷോട്ടും എല്ലാം ഒരു നൈസ് ഗെയിമാണ്. നമുക്ക് വെലോറൻ്റ് കളിക്കുന്ന തോന്നുന്നവർക്ക് വെലോറൻ്റ് മൊബൈലിൽ വരുന്നവരെ നിങ്ങൾക്ക് ഇത് കളിച്ച് പഠിക്കും. ഇത് ടീം ഡെത്ത് മാച്ച് കൊണ്ടാണ് റിസ്പോൺ ആണ്. മറ്റേതുപോലെ തന്നെ വെലോറൻ്റ് പോലെ തന്നെ കോമ്പറ്റീറ്റീവ് ഉണ്ട്. അതിൽ നമുക്ക് റിസ്പോണ്ട് ആകാൻ പറ്റില്ല. അതേപോലെ തന്നെ ബോംബ് പ്ലാന്റ് ചെയ്യുക, ഡിസ്മാൻഡിൽ ചെയ്യുക, ഡിഫൻഡേഴ്സ് യൂസേഴ്സ് അറ്റാക്കിങ്, അത് തന്നെ സിമിലർ ടു വെലോറൻ്റ് അതേ മോഡ് ഇതിലും ഉണ്ട്. ഇതുണ്ടോ, ഇതാണ്. ഇനി ഇതിൽ സൈലന്റ് വോക്കിംഗ് ഇതുണ്ട്. നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ നമുക്കായിരിക്കും. എനിക്ക് നമ്മൾ വരുന്നതെന്ന് കാര്യമില്ല. പൂ അടിക്കുക തന്നെയാണ്. ഇതിൽ വെറൈറ്റീസ് ഓഫ് തോക്ക് ഒരുപാടില്ല. ഷോട്ട് ഗൺ SMG ഒരു സ്ലോട്ടിലാണ്, റൈഫിൾസ് ഒരു സ്ലോട്ടിൽ, പിന്നെ സ്നൈപ്പേഴ്സും എല്ലാം ചെയ്യും. അത് ഈ സൈഡിലാണുള്ളത്. പിന്നെ പിസ്റ്റൽസ് ഉണ്ട്, ആർമർ, പ്രൊജക്ടൈൽ മീൻസ് നമ്മുടെ ഗ്രനേഡ്, സ്മോക്ക്, അങ്ങനത്തെ ആർമർ ഉണ്ട്. ഈ സൈഡിലെ സാധനങ്ങളൊക്കെ നമ്മൾ കോമ്പറ്റീറ്റീവ് കളിക്കുമ്പോഴേ വരുള്ളൂ. പിന്നെ അതുപോലെ കുറേ തോക്കുണ്ട്, ഗ്യാങ്സ്റ്റർ, സ്ലഗർ, ഹെയിൽസ്റ്റോം, എക്സെട്ര. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റൈറ്ററാണ്. അതിൽ കുറേ തോക്കുണ്ട്. ഇതൊരു ഷിപ്പ് ഉള്ള ഒരു മാപ്പാണ്. ഷിപ്പ് നമുക്ക് ഇങ്ങനെ കയറി അപ്പുറത്തെ എനിമിയുടെ അവിടെ പോയി അവന്മാരെ പിടിച്ചെറിഞ്ഞു. അവന്മാരെ അവിടെ സ്പോണാവും, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ സ്പോണാവും. ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി നിങ്ങൾക്ക് വെലോറൻ്റ് മൊബൈൽ കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതേപോലത്തെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഗെയിമാണ്. പിന്നെ ഇതിൽ ക്യാരക്ടർ സ്കില്ലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അത്ര ചോദിച്ചിരണം. ഇതിൽ ജസ്റ്റ് തോക്ക് വെച്ച് നമ്മൾ അടിക്കുക, അത്ര തന്നെ ഉള്ളൂ. വേറെ ഒത്തിരി അങ്ങ് പ്രതീക്ഷിച്ച് കയറണ്ട. ഇത് കൃത്യമായി പറയുമ്പോൾ മൊബൈലിൽ മറ്റേ സ്കില്ലുണ്ടാവും, അങ്ങനെ അടിച്ച് കയറാം. സ്കില്ലൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നുമില്ല. അങ്ങനെ സാധനം ഇല്ല പോലും. ഇല്ല, അങ്ങനെ തോക്ക് വെച്ച് അടിക്കാം, അവരുടെ ഉള്ളൂ. എനിമീരും നമ്മൾ അടിക്കുക, എനിമീരും അടിക്കുക. ഇതിൽ ഓട്ടോ സ്വിച്ച് ഉണ്ട്, അതേപോലെ നമുക്ക് എയിം ADS ഉണ്ട്, അതേപോലെ നമ്മുടെ ഫയർ ബട്ടണിലുണ്ട്.
ഇതിൽ ഹെഡ്ഷോട്ട് കളിക്കാൻ പോവാ. മൊബൈൽ വരുന്ന വരെ എനിക്കിത് കളിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. ഇൻഡോറിൻ്റെ പോലെ എക്സാക്റ്റ്ലി അതാണെന്ന് വിചാരിച്ചാലും കയറരുത്. അത് നിങ്ങൾക്ക് അത്ര ഹൈപ്പിൽ പോയി പ്രതീക്ഷിക്കണ്ട. ഏകദേശം ഞാൻ പറയില്ലേ, ഗൺ ഇൻ്റർഫേസ് ഒരു അതിൽ നോക്കിയാൽ മതി, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇല്ല ഇതിൽ. ഇനി ഞാൻ മറ്റേതുപോലെ കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ നമ്മൾ TDM ആണ് കളിച്ചത്, T85 ആണ് കളിച്ചത്. അതിൽ നമുക്ക് കോമ്പറ്റീറ്റീവ് മാത്രം വയ്ക്കാം, പിന്നെ ഹാർഡ് പോയിന്റ് ആണുള്ളത്. കോമ്പറ്റീറ്റീവ് മാത്രം വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല സമയം എടുക്കും, പേഷ്യൻസ് വേണം, നല്ല ക്ഷമ വേണം, ഭ്രാന്തി പിടിക്കും. എനിക്ക് പിടിച്ചുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ. ഇതാണ് വെറൈറ്റീസ് ഓഫ് തോക്ക്, ഗാർഡിയൻ, റേറ്റർ, കാഫ്, കമാൻഡോ, സെന്റിനൽ, അങ്ങനെ കുറേ തോക്കുകളുണ്ട്. പിസ്റ്റൽസ്, വെറൈറ്റീസ് ഓഫ് പിസ്റ്റൽ, LMGs, ഇത്രയേ ഉള്ളൂ ഇതിൽ തോക്ക്. പിന്നെ മെലയിൽ നമുക്ക് ഈ ഡാഗർ മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്ലൗസ്, കളക്ടബിൾ ഐറ്റംസ്, ബ്ലാ ബ്ലാ ബ്ലാ, എനിക്ക് അത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ഇൻ്റർഫേസ് എന്ന് പറയാൻ. പിന്നെ ഇതിൽ കുറേ മാപ്പ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ കളിച്ചിട്ട് 2-3 മാപ്പ് അത്ര കളിച്ചിട്ടുള്ളൂ, ബാക്കി അവസരമായി വരുമായിരിക്കും, അറിയില്ല. ഇതിൽ റാങ്ക് മോഡും ഉണ്ട്. ഞാൻ ഇപ്പോൾ സിൽവർ 2 ആണ്, ഞാൻ കുറേ കളിക്കുന്നു, അതുകൊണ്ടാണ്. അതാണ് ഇതിൽ ബേസിക്. ഇനി നമുക്ക് മറ്റേത് കളിക്കാം. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീറ്റീവ് സ്റ്റാർട്ട് ആവുമ്പോൾ മാപ്പ് ഈ ഒറ്റ മാപ്പാണ് കോമ്പറ്റീറ്റീവിനെ കളിക്കാനുള്ളതെന്ന് തോന്നുന്നു. വേറെ മാപ്പൊന്നും വന്നിട്ടില്ല, ഡിസംബേഴ്സാണ്. നമുക്ക് എന്താണ് ഈ ഗണ്ണൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ബേസിക്കലി അത് തന്നെ സംഭവം. ബോഡി ആർമർ കണ്ടോ, ബോഡി ആർമർ, പിന്നെ പ്രൊജക്ടൈൽസ്, തോക്ക്, നോർമൽ ബേസിൽ തന്നെ എടുത്തിട്ടുള്ള. നമ്മളെല്ലാവരും കൂടി ഇതാണ് സൈറ്റ് A. ഇതിലെ സൈറ്റ് ഇതാണ്. അടിച്ചുറക്കിയല്ലോ. ഇവിടെ ഉണ്ട്, എനിക്ക് കില്ലൊന്നുമില്ല. ഇനി നമുക്ക് കണ്ടോ, നമുക്ക് പൈസ കിട്ടി, എടുക്കാം. ഇതിൽ ഇവിടെ അവര് എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ അവരെ കയറി അടിച്ചാണ് പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്നപ്പോൾ നമ്മുടെ ടീമേറ്റ്സ് അമ്മ രണ്ടുപേരും അടിച്ചു. ഞാൻ അവിടേക്ക് പുഷ് ചെയ്തപ്പോൾ അവിടെ ആയിട്ടില്ല, അമ്മ അടിച്ചോണ്ട്. പിന്നെയുള്ള രണ്ടുപേരും അപ്പുറ സൈഡിലായിരുന്നു, അവരെ നമ്മുടെ ടീമേറ്റ് പിന്നെ അടിച്ചു. നമ്മൾ ആ റൗണ്ട് അങ്ങനെ ജയിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇനി ഒരുത്തം കൂടെ ഉള്ളൂ, 1 more enemy remaining. നമ്മുടെ ഇതിൻ്റെ ADS മറ്റേതും ഉണ്ട്. ഇവിടെ എനിക്ക് ബഗ്ഗായി, എൻ്റെ സ്ക്രീന് തന്നെ ഇതിൽ ചെറിയ, എനിക്ക് ഇപ്പോൾ ഇട്ടൊരു ബഗ് തുടങ്ങി, അത് വന്നുകൊണ്ട് പിന്നെ ഇടയ്ക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. ഈ മുകളിലത്തെ രണ്ടെണ്ണം മാത്രം അങ്ങോട്ട് ഇടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ വെപ്പണിൽ ഞെക്കിയാൽ മാത്രമേ നമുക്ക് പിസ്റ്റലിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമ്മളെ സ്പോണാണ്, ഒരു ടർഫ് പോലത്തെ സ്ഥലമാണ്. ഇവിടെയാണ് ആ കോഴിയുള്ളത്. കോഴി നമ്മൾ കൊന്നിട്ടുണ്ട്, വെറുതെ മനുഷ്യനോ. സൂപ്പിനെ നമുക്ക് കൊന്നേക്കാം.
ജീവൻ എന്തെങ്കിലും വരും. അയ്യോ. ഇനിയുണ്ടല്ലോ. അയ്യോ, ഭാഗ്യമുണ്ട് ഗൈസ്, അങ്ങനെ അടിച്ചറിയത്തതിന്റെ ഭാഗ്യം. ഓക്കെ, ബി സൈറ്റില് ബോംബ് പ്ലാന്റ് ആയിട്ടുണ്ട്. ബി സൈഡിലേക്ക് ഇങ്ങനെ ഈ സൈഡിലേക്ക് കയറാം. ഇതിൽ മാപ്പ് ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് ഓടി ഓടി കയറാം. ഡിഫ്യൂസ് ചെയ്യാം. ഞാൻ ഡിഫ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കളിയെടുത്ത് നമ്മൾ കളി ജയിച്ച്. നമ്മൾ ഹാഫ് ബോഡി ആർമറാണ് എത്ര മേടിച്ചാൽ നമുക്ക് ഫുൾ ബോഡിയിലേക്ക് മാറാം. റോബിൾസ് ഞാൻ എടുക്കാറില്ല സാധാരണ, അതുകൊണ്ട് ഞാൻ എടുക്കണില്ല. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട കേസ്, മഴ പെയ്യുന്നുണ്ട്, അതിടക്കുള്ളതാണ്. എന്തെങ്കിലും മൈക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഉള്ള ശബ്ദം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഐ എം സോ സോറി. ആസ് യൂഷ്വൽ തന്നെ എനിക്ക് പറയാനുള്ളൂ. സൈറ്റയില് നേരത്തെ ബി സൈറ്റിൽ എനിക്ക് ഉണ്ടാവായിരിക്കും. ലാസ്റ്റ് പ്ലെയർ ബി സൈഡിലേക്ക് പോയിട്ടുണ്ടാവും. ഇങ്ങനെ കുറെ വഴിയുണ്ട്, നമുക്ക് ഒരേ സൈഡിലേക്ക് ഇങ്ങനെ കുറെ വഴിയുണ്ട്. ബി സൈറ്റിലേക്കാണോ ബിയിലാന്ന് തോന്നുന്നു ബോംബ് പ്ലാന്റ് ചെയ്തിട്ടുള്ള. ബിയിൽ നമ്മുടെ ടീമേറ്റ്സ് ഉണ്ട്. ഡിഫ്യൂസ് ചെയ്യാം. ഞാൻ തന്നെ ഡിഫ്യൂസ് ചെയ്യുന്നത്. ആർക്കുള്ള ഡിഫ്യൂസ് ചെയ്യാം, ഇന്ന ആണെന്നൊന്നുമില്ല. അതായത് നമുക്ക് റാൻഡം ആയിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ 6 റൗണ്ട് നമ്മള് കളിച്ച് ജയിക്കണം. അപ്പോൾ നമ്മൾക്ക് കിട്ടും. പിന്നെ 5 റൗണ്ട് കഴിഞ്ഞാൽ അങ്ങോട്ടോട്ട് സ്വാപ്പ് ആവും. ഇതാണ് മെയിൻ ആയിട്ടുള്ള. നടത്താം. ഉള്ള പരിപാടിയായിരുന്നു അവന്മാരും. അവര് നമ്മൾ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആണ്. 1v3 ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. പറഞ്ഞില്ലേ നേരത്തെ തന്നെ കളിച്ചത്, അതുതന്നെ നമുക്ക് റീസ്പോൺ ആവാൻ പറ്റിയേ. ഇത് നമ്മൾ കോമ്പറ്റീവ് കളിക്കണോണ്ട് നമുക്ക് റീസ്പോൺ ആവാൻ പറ്റില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ ഇനിമേ അവിടെ നിന്ന് ഇവിടെ അണ്ണാക്കിന്നാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. അവന് എപ്പം തോന്നുന്നുണ്ട്. ഇനി നമ്മള് സ്വാപ്പ് ആയവാണ് അറ്റാക്കേഴ്സ് ആയ അവര് ഇപ്പൊ ഡിഫൻഡേഴ്സ് ആണ്. ഇനി നമ്മളായിരിക്കും അറ്റാക്കേഴ്സ് ആവുക. ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ബോഡി ആർമർ വേണ്ടിച്ചിട്ട് ഏ സൈഡിലേക്കാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ദൈവന്റെയിലാണ് ബോംബുള്ള. EMP ആണ് ബോംബ്. EMP ഏതാണ് ബോംബ്. ഏ സൈഡിലേക്കാണ് പോവുക. ഇവനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മുടെ പണി. അത് നമ്മൾ നോക്കാറില്ല. EMP ഉള്ളതുകൊണ്ട് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ബാക്കിൽ എടുത്തുണ്ടല്ലോ. EMP എല്ലാം ചത്ത നമ്മൾ EMP എടുക്കണമെന്നുള്ളൂ. ഓക്കെ, നമ്മള് ജയിച്ചു. റൗണ്ട് നമ്മൾ ജയിച്ചു. ഈ റൗണ്ട് നമ്മൾ ജയിച്ചാൽ നമ്മള് ഫുൾ മാച്ച് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫുൾ ബോഡി ആർമറും റൈറ്ററും എടുത്തിട്ടുണ്ട്.
ഇതിലെനിക്ക് ഫേവറേറ്റ് ഗൺ റൈഡറും പിന്നെ ഗാർഡിയനാണ്. ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ഈ തോക്ക് കേട്ടോ. ഇത് രണ്ടാണ് എന്റെ ഫേവറേറ്റ് തോക്ക്. ഇത് രണ്ടാണ് ബെസ്റ്റ് ഇതില്. ഞാൻ തന്നെ പറയാം, ഇത് രണ്ടാണ് ഇതിലെ ബെസ്റ്റ്. EMP ആരുടെയല്ലോ, EMP അവന്റെ ഒന്നാം നമ്പർ ഉണ്ടാവും. അവനെ ഫോളോ ചെയ്യാം. ഇത് നമ്മുടെ എ സൈറ്റിന്റെ മുകളിലുള്ള സ്ഥലമാണ്. എ സൈറ്റിന്റെ മുകളിൽ നിന്ന് ഈ ഫുഡ് സ്റ്റെപ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ആട്ടോ അത്. ഇതൊക്കെ നമ്മൾ കൊന്നിട്ടുണ്ട്. ബാക്കി അവന്മാരെല്ലാം ബി സൈഡിലേക്ക് പോയിട്ടുണ്ട്. ചേടാ ഞാൻ കണ്ടില്ല. ഈ നമ്മൾ ജയിച്ചാൽ മതി. അതുപോലെ നമ്മൾ ഒറ്റ ഇതിലൂടെ നമ്മൾ ജയിച്ചാൽ നമ്മളായിരിക്കും കളി ജയിക്കുക. ഇപ്പൊ ദീപന്റെയിലാണ് ബോംബുള്ള. ബോംബ് ഇങ്ങനെ മാറി മാറി വരും. ഇനിയിപ്പോ അയ്യോ മണത്തരം കണ്ടു. തോക്കെടുക്കാതെ പോയി ശരിയല്ലല്ലോ. കൂട്ടില്ലാതെ പോവാം. അവൻ നേരെ കയറി അടി അടിക്കാൻ പോയിട്ടുണ്ട്. അവര് നമ്മള് ബോംബ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് പ്രൊട്ടക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളവന്മാര് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഡിഫ്യൂസ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് ടീം ഡിഫ്യൂസ് ചെയ്താൽ മതി. ഓ അവന്മാര് ഡിഫ്യൂസ് ചെയ്തു. ഞാൻ ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതില് വേറെ നോക്കെടുക്കണം. സോ നമുക്ക് എന്റെയിലാണ് EMP എന്ന് തോന്നുന്നു. എന്റെയിലാണ് EMP. ഞാൻ എവിടേക്ക് പോയി എനിക്ക് എവിടെയാണല്ലോ പ്ലാൻ ചെയ്യാം. അവന്മാരെല്ലാം എ സൈറ്റിലേക്ക് കമ്മിറ്റ് ആവുന്നുണ്ട്. അവരാരും എ സൈറ്റിലേക്ക് കമ്മിറ്റ് ആവുന്നില്ല. നമുക്ക് സൈറ്റിലേക്ക് പതുക്കെ മൂവ് ചെയ്യാം. സൈറ്റിൽ ആരും ഇല്ല എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്യാൻ പോവാണ്. അവന്മാരുടെ കയ്യിലാണ് കളി. അവന്മാരെന്തെങ്കിലും ചെയ്താലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അവന്മാരെല്ലാം ഒരാണേ. ഇവന്മാരെല്ലാം ഓരോ സ്ഥലത്ത് പോയി ഇരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ തന്നെയാണ് ഫുള്ളുള്ള ഫുൾ ബോഡി ആർമർ എടുത്തിട്ടുണ്ട്. ബിയിലേക്ക് പോകണം. അവരോട് ഞാൻ എങ്ങനെ പറയുന്നത്? ഓ ഇതിനിടയ്ക്ക് ഈ സാധനം ഞാൻ ബിയിലേക്ക് മൂവ് ആയിട്ടുണ്ട്. ബിയിലേക്ക് ഒറ്റ വഴിയും പിന്നെ താഴത്തൂടെ വേറൊരു വഴിയേ ഉള്ളൂ. ഇവിടെ റിസ്ക് ഇല്ലാത്ത വഴി ഇതാണ്. ഇവിടെ നമുക്കിവിടെ നമ്മളിപ്പോ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് പിന്നെ ഓക്കെ നമ്മള് 3v3 ആണ്. 2v3 ആയിട്ടുണ്ട്. 2v2 സിറ്റുവേഷൻ ആണ്. നമ്മളിപ്പോ ബോംബ്
പൊട്ടും. പിന്നെ ആ നമ്മൾ കളിച്ചു. Victory! ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഗെയിം. ഞാൻ പറഞ്ഞില്ലേ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ഗെയിമാണ്. നമ്മൾ കളി ജയിച്ചു. അപ്പോ നമ്മൾ മീറ്റിയായി കളി ജയിച്ചു. ഇത്രേ ഉള്ളൂ ഇതില്. 6 റൗണ്ട് ജയിക്കുക, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഇതിലെ ചെസ്റ്റ് ആണ് ഇങ്ങനെ സൈബർ വേവ്, കേസ്, ബോക്സ് അങ്ങനെ പറഞ്ഞിട്ട്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഈ സൈബർ വേവ് ബോക്സ് ആണ് കിട്ടുക. പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നുമില്ല, അതിന്റെ കൂടെ സാധനം കിട്ടുള്ളൂ. അതിൽ നിന്ന് കിട്ടിയ സാധനം കാണിച്ചത് ഇതൊക്കെ അതിന്റെ കൂടെ നാട്ടാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത് ഈ തോക്കിലല്ല, അവിടെ ഈ തോക്കിലാണ്. ഈ കണ്ട ഈ ഇൻഡസ്ട്രിയലൈസ് എന്ന് പറഞ്ഞ ഈ സാധനം എല്ലാം ഒരേ സാധനം തന്നെ. അതുകൊണ്ട് തന്നെ സാധാരണ ഇതിൽ ചെസ്റ്റ് ഒക്കെ അതേപോലെയാണ് മിക്ക ആ ഒറ്റ ചെസ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യനെ പിന്നെ സാധനം തന്നെയാണ് തോന്നുന്നത്. അതെ, സാധനം തന്നെ ഇട്ടിട്ടുള്ളൂ. സോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് ചെയ്യുന്നു. സോ സി യു അനദർ ഡേ, അനദർ വീഡിയോ. ബൈ ബൈ.